ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 23 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മരണസംഖ്യ 50,000 കവിഞ്ഞു. എന്നാൽ കാണാതായവർ ഉൾപ്പെടെ ഏകദേശം 67,000 പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ മന്ത്രാലയം പറയുന്നു. യുദ്ധം വളരെ ഗുരുതരാവസ്ഥയിലാണ് ഗാസയിൽ പുരോഗമിക്കുന്നത്. ലെബനനിൽ മാത്രമാണ് 4 മാസമായി വെടിനിർത്തൽ നിലനിൽക്കുന്നതും. ഇസ്രയേലുമായുള്ള യുദ്ധം ഏതാണ്ട് അവസാനിച്ചു. പക്ഷേ ഇസ്രയേൽ അത് അവസാനിപ്പിക്കുന്നില്ല. അവർ രണ്ടാം തവണയും ലെബനൻ ആക്രമിച്ച് വ്യോമാക്രമണം നടത്തി. ഹിസ്ബുള്ളയുടെ പ്രമുഖ നേതാവായ ഹസൻ ബദറുദ്ദീൻ കൊല്ലപ്പെട്ടതായും വാർത്തയുണ്ട്. ആ സമയത്ത് ഇസ്രയേൽ ഇപ്പോഴും വളരെ ശക്തമായി ആക്രമണം നടത്തുകയാണ്. മാത്രമല്ല, ഗാസയിലെ ബേക്കറികളും എല്ലാ ഭക്ഷ്യവസ്തുക്കളും അടച്ചിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഗാസയിലെ ജനങ്ങൾ വളരെ ഗുരുതരമായ ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ്. അതേസമയം ഇസ്രയേലിന്റെ ഉപരോധം കാരണം ബേക്കറികൾ അടച്ചുപൂട്ടേണ്ടി വന്നു. ഇതിനിടയിൽ ഒരു പുതിയ സംഭവവികാസവും ഉണ്ടായിട്ടുണ്ട്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ശക്തികേന്ദ്രമായ ഇറാനെതിരെ ബോംബാക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് അതിനെതിരെ വളരെ ശക്തമായ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. US നമ്മെ ബോംബിടാൻ തുനിഞ്ഞാൽ പ്രധാനപ്പെട്ട US ലക്ഷ്യങ്ങളിൽ തങ്ങൾ മിസൈലാക്രമണം നടത്തുമെന്ന് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. ഇറാനെതിരെ ഭീഷണി മുഴക്കിയതിനു ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യാത്രയും പ്രഖ്യാപിച്ചു. അദ്ദേഹം ആദ്യമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യും. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവയെല്ലാം അമേരിക്കയുടെ അറിയപ്പെടുന്ന സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ച് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി അദ്ദേഹത്തിന് മികച്ച ബന്ധമുണ്ട്. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവ ഇറാന്റെ ശത്രുക്കളായതിനാൽ ഇറാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്ക വലിയ രീതിയിലുള്ള ഭീഷണിയാണ് മുഴക്കുന്നത്. മാത്രമല്ല, എല്ലാവരും ഭയപ്പെടുന്ന ട്രംപിന്റെ ഇറക്കുമതി താരിഫ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വളരെയധികം ബാധിക്കുന്ന ഇറക്കുമതി താരിഫ് അമേരിക്ക പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ കാർഷിക മേഖലയെയും മറ്റ് പ്രധാന മേഖലകളെയും ഇത് സാരമായി ബാധിക്കുമെന്നതിനാലാണ് ചൈനയ്ക്ക് മേലും തീരുവ ചുമത്തിയത്. കാനഡ, മെക്സിക്കോ തുടങ്ങിയ ലോകത്തിലെ പ്രധാന രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക തീരുവ ചുമത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു.